ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു നാസൂസ് വേൾഡ്. ഇന്ന് നമ്മളെ താമരകൾക്ക് വളം കൊടുക്കാനുള്ള ഒരു പരിപാടിയിലാണുള്ളത്. അപ്പോൾ എല്ലാ പ്ലാന്റിനും അല്ല, നമുക്ക് ഇപ്പോൾ വെച്ചിട്ട് കുറച്ച് ഫ്ലോട്ടിംഗ് ലീഫൊക്കെ വന്ന കുറച്ച് പ്ലാന്റുകളുണ്ട്. ആ പ്ലാന്റുകൾക്കൊക്കെയാണ് നമ്മളിന്ന് വളം കൊടുക്കാൻ പോകുന്നത്. നമ്മളിവിടെ കൊടുക്കുന്ന വളം NPK 19 ആണ്. ഇതിൽ നൈട്രജൻ, പൊട്ടാസ്യം, ഫോസ്ഫറസ് എന്നീ ഘടകങ്ങളാണ് അടങ്ങിയിട്ടുള്ളത്. നൈട്രജൻ നമ്മുടെ ഇലയുടെയും തണ്ടിൻ്റെയും വളർച്ചയ്ക്കും, അതേപോലെ പൊട്ടാസ്യം പ്ലാന്റിന് നല്ല ഇമ്മ്യൂണിറ്റി വരാൻ വേണ്ടിയിട്ടും, ഫോസ്ഫറസ് വേരിൻ്റെ വളർച്ചയ്ക്കും, അതുപോലെ ഫ്ലവറിങ്ങിനൊക്കെ നല്ലതായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫെർട്ടിലൈസറാണ് NPK 19. അപ്പോൾ ഇത് ഒരു സ്പൂൺ അളവിൽ നമ്മളിങ്ങനെ പേപ്പറിൽ പൊതിഞ്ഞെടുക്കുക. ഇത് വാട്ടർ സോലുബിൾ ആണ്, അപ്പോൾ വെള്ളത്തിൽ ലയിച്ച് പോയിക്കോളും. എന്നിട്ട് പ്ലാന്റിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിതെല്ലാം പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോ പ്ലാന്റിൽ വെച്ച് കൊടുക്കാം. ഇതാ നമ്മളെ വളമൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്. അതെല്ലാം ഒരു പാത്രത്തിൽ പൊതിഞ്ഞെടുത്ത് വന്നിട്ടുള്ളതാണ് ടെറസിൻ്റെ മുകളിലേക്ക്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. വളം ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു ഫ്ലോട്ടിംഗ് ലീഫൊക്കെ വന്നതിന് ശേഷമാണ് നമ്മൾ താമരക്ക് വളം കൊടുക്കേണ്ടത്. വളം കൊടുക്കുന്നതിന് മുമ്പായിട്ട് ടബിൽ ഇങ്ങനെ കേടായിട്ട് കിടക്കുന്ന ലീഫൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം കട്ട് ചെയ്തിട്ട് ഒഴിവാക്കണം. ടബ് നല്ലതായിട്ട് ക്ലീൻ ചെയ്തിടുക. എന്നിട്ട് വേണം വളം വെച്ച് കൊടുക്കാനായിട്ട്. എടുത്തിട്ട് ഈ ടബിൻ്റെ ഈ സെൻറ്റർ ഭാഗത്ത് താഴ്ത്തി വെച്ച് കൊടുക്കുക. താമര റണ്ണറോടെ ഈ റൗണ്ടിലാണ്, അപ്പോൾ നമ്മൾ നടുക്കാണ് വളം കൊടുക്കേണ്ടത്. റണ്ണറിലൊന്നും ടച്ച് ആവാതെ നടുഭാഗത്ത് വെച്ച് കൊടുക്കുക. ഈ ഒരു ബോട്ടിലും ഇതുപോലെ കേടായിട്ടുള്ള ലീഫൊക്കെ കട്ട് ചെയ്ത് കളയുക. മഴയായതുകൊണ്ട് ഒച്ചും പുഴുവൊക്കെ ധാരാളമായിട്ടുണ്ട് നമ്മളെ താമരപ്പൊട്ടിലൊക്കെ. കേട് വന്ന ലീഫുകളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലത്തെ ഫ്ലോട്ടിംഗ് ലീഫ് വരുമ്പോഴാണ് നമ്മൾ താമരക്ക് വളം ചെയ്ത് തുടങ്ങേണ്ടത്. അപ്പോൾ ഇതിലും നമുക്ക് ഒരു പൊതി NPK വെച്ച് കൊടുക്കാം. ഇങ്ങനെ കറക്റ്റ് സെൻറ്ററിൽ ജസ്റ്റ് ഒന്ന് താഴ്ത്തി വെച്ച് കൊടുത്താൽ മതി. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇപ്പോൾ പുതുതായിട്ട് വെച്ചിട്ടുള്ള വെറൈറ്റീസിനൊക്കെയാണ് വളം കൊടുത്തിട്ടുള്ളത്. ഇതുണ്ടല്ലോ, ഇതുപോലത്തെ ഫ്ലോട്ടിംഗ് ലീഫൊക്കെ വന്നിട്ടുള്ള പ്ലാന്റുകൾക്കാണ് വളം കൊടുത്തിട്ടുള്ളത്. ഇങ്ങനത്തെ വലിയ പ്ലാന്റുകൾക്കൊന്നും ഇന്ന് വളം വെച്ചെടുത്തിട്ടില്ല. നമ്മൾ ഫസ്റ്റ് വലിയ ഫ്ലോട്ടിംഗ് ലീഫ് വരുമ്പോൾ തന്നെ വളമൊക്കെ വെച്ച് കൊടുത്താൽ നല്ല കരുത്തിലുള്ള സ്റ്റാൻഡിങ് ലീഫുകളൊക്കെ വന്ന് നല്ല മുട്ടുകളും പൂക്കളൊക്കെ ആയിരിക്കും. നമ്മൾ താമരയ്ക്ക് മൊസൈക്ക് രോഗം വരുമ്പോൾ നമ്മൾ മാജിക് എന്ന പെസ്റ്റിസൈഡാണ് യൂസ് ചെയ്യേണ്ടത്. ഇത് കണ്ടില്ലേ, ഇതാണ് മാജിക്. ഇത് നമുക്ക് താമരയുടെ ഏറെക്കുറെ എല്ലാ പ്രശ്നങ്ങൾക്കും ഈ ഒരു മരുന്ന് തന്നെ ധാരാളമാണ്. ഇതൊരു 3 ml അല്ലെങ്കിൽ മാക്സിമം നമ്മുടെ പ്ലാന്റിൻ്റെ അവസ്ഥക്കനുസരിച്ച് ഒരു 5 ml വരെ 1 ലിറ്റർ വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഈ ടബിലേക്കൊക്കെ ടബിലുള്ള വെള്ളത്തിലും നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ കുട്ടികളൊക്കെ അടുത്തു നിന്നൊക്കെ മാറ്റി നിർത്താനും, അതുപോലെ മാസ്ക്, ഗ്ലൗസൊക്കെ ഇട്ടിട്ട് വേണം ഇത് യൂസ് ചെയ്യാനായിട്ട്. ഇത് പുഴു, അതുപോലെ ഈ മറ്റ് പ്രാണികളൊക്കെ ശല്യത്തിൽ നിന്ന് താമരയ്ക്ക് നല്ലൊരു സംരക്ഷണമാണ് ഈ ഒരു മരുന്ന്. ഇത് 80 രൂപയുടെ റേറ്റ് വരുന്നുള്ളൂ. അപ്പോൾ ഇതൊരു ബോട്ടിൽ വാങ്ങി വെച്ചാൽ നമുക്ക് ഒത്തിരി കാലം യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പ്ലാന്റിന് ഇമ്മ്യൂണിറ്റി ഉണ്ടാവാനായിട്ട് നമ്മൾ ഈ മാജിക് യൂസ് ചെയ്തതിന് ശേഷം, മാജിക് നമ്മൾ രോഗം വരുമ്പോഴാണ് മാജിക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ മാജിക് യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ എന്തായാലും ഒരു NPK കൂടി കൊടുക്കുന്നത് നല്ലതായിരിക്കും. നമ്മളിപ്പോൾ മനുഷ്യർക്കാണെങ്കിലും രോഗമൊക്കെ വരുമ്പോൾ നമ്മൾ മരുന്ന് കുടിക്കും, അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി ഉണ്ടാകാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഫുഡും കഴിക്കില്ല. അതുപോലെ തന്നെ ഈ പ്ലാന്റുകൾക്കും നല്ല ഇമ്മ്യൂണിറ്റി പവർ വരാൻ വേണ്ടിയിട്ട് NPK കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഈ മരുന്നും യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു 15 ദിവസം കൂടുമ്പോൾ NPK കൂടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ പ്ലാന്റ് റിക്കവറായിട്ട് വരും. നല്ല ഗ്രോത്തിൽ വന്നിട്ട് നല്ല ബഡും പൂക്കളൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിരിക്കും നമ്മളെ താമരത്തോട്ടം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുത്.
അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.